മുന്നണി രാഷ്ട്രീയം, കോലീഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു കലയുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഇനിയും ആയിട്ടില്ല എന്നതാണ് UDF. അത് ഫ്ലെക്സിബിൾ അല്ല, അതിനൊരു മെയ് വഴക്കം അവർക്കില്ല എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളെ ആകർഷിക്കുക, ഘടകകക്ഷികളെ നിലനിർത്തുക എന്ന് പറയുന്നത് കോലീഷൻ പൊളിറ്റിക്സിൽ വളരെ പ്രധാനമായുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് UDF കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ പറയണത് ഇത്ര എളുപ്പമല്ല. ഈ മനുഷ്യൻ എന്ന് വെച്ചാൽ ഹിസ് ഭയങ്കര ടഫാണ്, അത്ര ഡീൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഒരു ടഫ് ഗൈ ആണ് ഈ അൻവർ. നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ അയാളെ മുന്നണിയിലെത്തിക്കുക, അതെ. അപ്പോൾ അത് ശരിയാണ്, അൻവർ ടഫ് ഗൈ ആണ്. അൻവർ ടഫ് ഗൈ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഏത് ടഫന്മാരെയും ഡീൽ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് LDF, CPMൻ്റെ നേതൃത്വത്തിൽ. അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ പ്രചാരണ യോഗത്തിൽ, പ്രചാരണ അന്വേഷണത്തിൽ, നമുക്കൊരു വാര്യം കൊന്നിനെ ചതിച്ചവരുണ്ട്, നമുക്കൊരു ചതി പറ്റി. അപ്പോൾ പിണറായി വിജയൻ നമുക്കൊരു ചതി പറ്റി എന്ന് ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾ എന്തുമാത്രം ഭയങ്കരനായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു ടഫ് ഗൈ ആണ്, ടഫർ ഗൈ ആണ്. പക്ഷേ കോലീഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടഫ് ഗൈസിനെയും കൂടെ ഡീൽ ചെയ്യാനുള്ള കഴിവാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് ഉന്നയിക്കാത്ത, ഒരു പ്രശ്നവും ഒരു സമ്മർദ്ദവും സൃഷ്ടിക്കാത്ത ആളുകളെ വെച്ച് മാത്രം കോലീഷൻ പൊളിറ്റിക്സ് കൊണ്ടുപോകാൻ വെച്ചാൽ അതിന് വലിയ സിദ്ധിയൊന്നും വേണ്ട. അപ്പോൾ മുസ്ലിം ലീഗും UDFൽ എന്താണ് മുസ്ലിം ലീഗിനെ എളുപ്പം ഡീൽ ചെയ്യാൻ പറ്റുന്നത്? മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡ്സ് ഒന്നും ഉന്നയിക്കില്ല. മുസ്ലിം ലീഗ് ഒട്ടുമേ ടഫ് അല്ലാത്തൊരു പാർട്ട്ണറാണ്. കുറച്ച് ബാർഗെയിൻ ചെയ്യില്ല. പൊളിറ്റിക്കൽ ഡിമാൻഡുകൾ, പൊളിറ്റിക്കൽ ബാർഗെയിനിങ് എന്ന് പറഞ്ഞ പരിപാടി മുസ്ലിം ലീഗിനില്ല. പൊളിറ്റിക്കൽ ബാർഗെയിനിങ് ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് മാണി. അതിനെ കൂടെ നിർത്താൻ പറ്റിയിട്ടില്ല, അവർ പോയി. അപ്പോൾ LDFന് എന്താണ് സാധിക്കുന്നത്? LDF ഇങ്ങനത്തെ ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. അപ്പുറത്തൊരു ചെറിയ ഇലാനക്കം കണ്ടാൽ അത് സ്മെല് ചെയ്യാനും പറ്റും, ആളെ ഇപ്പുറത്ത് എത്തിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇന്നലെ വരെ UDF ആയിരുന്ന പല ആളുകളും ഇന്ന് LDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സന്ദേശം. ഇപ്പോൾ തന്നെ UDF ഒരു മോശം സന്ദേശം UDF ക്യാമ്പിൽ പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്താണ്? നിങ്ങളൊരു കോലീഷൻ പൊളിറ്റിക്സിന് പറ്റിയ ടീമല്ല. നിങ്ങൾക്ക് ആളുകളെ ആകർഷിക്കാൻ അപ്പുറത്ത് ഇളകിയ ആളല്ല അൻവർ. അപ്പുറത്ത് പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരാളെ പോലും നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സന്ദേശം ഇപ്പോൾ തന്നെ പോയി. അപ്പോൾ അതിനെ മറികടക്കാൻ അവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? വിജയിച്ചേ പറ്റുള്ളൂ. ഇത് വിജയിച്ചില്ലെങ്കിൽ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സീറ്റിൻ്റെ വിഷയമല്ല, അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെയും വിഷയമല്ല. ഈ കോയലീഷൻ, ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട, ഈ മുന്നണിയുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പുറത്ത് LDFിലേക്ക് ഒരിടം കണ്ടിട്ടിരിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ചില ആളുകൾ നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ കുറച്ചായി ആ കണ്ണ് ഇങ്ങോട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലമ്പൂരിലെ പരാജയം ആ അങ്ങോട്ടുള്ള നോട്ടത്തെ വീണ്ടും സജീവമാക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു സീറ്റിൽ വിജയപരാജയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഘടനയിൽ തന്നെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരിതായിരിക്കും. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്.